എടാ 4 മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കടാ അങ്ങോട്ട്. എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ ഇരുന്നൂണ് കഴിക്കും. അച്ഛൻ എപ്പോ വന്നു? ഓ മഹാഭാഗ്യം, ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താണ് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? ഉച്ചരിച്ച് നോക്കാം. അച്ഛാ, നീ പോ. പോളണ്ട് വേണ്ട, ശരിയാവില്ല. ഇപ്പൊ കണ്ടില്ലേ? പാനുവേ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പ്രഭാകരനെയും പ്രകാശനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടികിട്ടി. എന്താ? അവര് പറയുന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല. അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ. പക്ഷെ ഞാനും നീയുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ. ഉശിലംപെട്ടി സ്റ്റേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാന്മാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇവന്മാർക്ക് അങ്ങനെ സിഗ്നലൊന്നും നിങ്ങൾ കാണിക്കണ്ട. തെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയ പൂലൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. എടീ, ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെ അമ്മയും അച്ഛനുമായിട്ട് അടുത്ത് ചുമ്മാ ഇരുന്നാ മതി. അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടറിയാം അവർ പെരിയ ആൾക്കാരാകുമെന്ന്. എന്റെ മക്കളെല്ലാം പെരിയവരാകും. എന്താണ് അത്ര വൈകിയത്? വൈകിപ്പോയി മാഷെ. അപ്പോ അപ്പൊ ആ സംഖ്യയെ ഇവിടെ വാ. വൈകി വരുന്നൊരു പതിവാക്കിയിരിക്കുകയാണോ? അല്ല, വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ. സൈലൻസ്. ഈ കുട്ടിയുടെ ഒന്നും പശു കുത്താൻ വന്നില്ലല്ലോ. അല്ല, അത് പശുവിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും ടീച്ചർ. തന്റെ ധിക്കാരം കുറെ കൂടുന്നുണ്ട്.
ഹോംവർക്ക് ചെയ്ത് കാണിക്ക്. രാത്രി വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ. വേണ്ട വേണ്ട ഒന്ന് വെക്കും തോറും താൻ കുറച്ച് കൂടുന്നുണ്ട്. നിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ചായ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തില്ലായിരിക്കും സംശയം ഉണ്ടായിരുന്നു. ഉപ്മാവ് ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രശാന്തിനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. ഈ നിലയ്ക്ക് പോയാ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ ഹെഡ്മാസ്റ്ററോട് പറയേണ്ടി വരും. ഇന്നെന്താ കംപ്ലൈന്റ്? ഞാനൊന്ന് അടിക്കാൻ ഓങ്ങിയപ്പോ അവൻ എന്റെ കൈക്ക് കയറിയൊരു പിടുത്തം. അയ്യോ, ഞാൻ അവനെ രഹസ്യമായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താം. ഇനി രഹസ്യമായിട്ടൊന്നും പോരാ. നിങ്ങൾ മുടക്കിയിട്ട ഭാനച്ചേച്ചിയോട് ഇതുവരെ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ അച്ഛനും ഉണ്ടല്ലോ, മോനെ പഠിപ്പിക്കണ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ. പോട്ടെ ടീച്ചർ, അതൊന്നും അത്ര കാര്യാക്കണ്ട. കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിക്ക് ഉണ്ടാവും. നമുക്ക് മക്കളില്ലാത്തോണ്ട് അതൊന്നും മനസ്സിലാവാത്തത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു. ഉരുളി കമത്തി, കുഞ്ഞിക്കുരു കൊണ്ട് തുലാഭാരം നടത്തി. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വികൃതി കുട്ടികളെ തന്നു. അത് സ്കൂളിലായി പോയി എന്ന് മാത്രം. അപ്പോഴേക്കും വിഷമായ. ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല. കഷ്ടാണ്. മക്കളില്ലാന്ന് വെച്ച് നമുക്ക് എന്താ ഇവിടെ ഒരു കുറവ്? നീ പോയി ചായ കുടിക്കേ. അവനെ ഞാനൊരു ഈർക്കലെടുത്ത് തല്ലി കൊല്ലാൻ പോവാ. ലോ പോയിന്റ് ആണ്. അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണെന്ന്. പേടിച്ചു പോയി. മുതലാളിമാരെ എന്തിനാ പേടിക്കുന്നത്? അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്. വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ പ്രഭേ? വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോവാത്തെ? കോടതി പോകാൻ വേണ്ടി അല്ല അച്ഛൻ ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് അച്ഛാ പറ്റിയ മാർഗം. കോടതി കേസ് ചെയ്യിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ? നീ ലോ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അച്ഛാ. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാവും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക. നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണോ? അതായത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. അതാണല്ലോ. അത് മാറി. ലോകത്ത് എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടന്നിട്ടുണ്ടോ? അതില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. ഉട്ടോപ്യൻ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. റിവിഷനിസ്റ്റുകൾ, പ്രോലറ്റേറിയറ്റ്സിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം. എന്താണ് ഒക്ടോബർ വിപ്ലവം? വാട്ട് ഈസ് ചൈനീസ് മതിൽ? പറയൂ. അച്ഛന് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ. ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും. അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പറയില്ല. പാർട്ടി വളർത്തലും അച്ചടക്കം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതാണ് പ്രശ്നം. പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണമെന്നാണ്. പ്രസിഡന്റ്, ഈ ചൂട്ട് എന്താ ചെയ്യണ്ടേ? ചൂട്ട് നീ കുറേശ്ശെ തിന്നോ. കുത്തി കിടത്തടായി. ഒരു ചൂട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവനാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതായിരിക്കും KRPയുടെ അച്ഛൻ. അച്ഛന് മനസ്സിലായില്ലേ? KG പൊതുവാൾ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ്. എന്ത് ചോദ്യാണ്? അറിയാണ്ടിരിക്കോ? പ്രത്യേകിച്ച് മാനങ്കര മണ്ഡലത്തിൽ ഒരു വോട്ടർ. നമ്മുടെ പേരെന്താണ്? രാഘവൻ നായർന്നാ. മിസ്റ്റർ രാഘവൻ നായർ. ഈ പയ്യനുണ്ടല്ലോ KRP, മിടുക്കനാ. ഇവൻ വലിയവനാകും. ചൂട്ട് കത്തിക്കട്ടെ. ഞങ്ങള് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണാവോ? INSPയുടെ ഭാരതയാത്രാ ഫണ്ടിനുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങിയ. അത് സാരല്ല, 5000 10,000 എത്രയാണെന്ന് വെച്ചാൽ KRP ഏൽപ്പിച്ചാൽ മതി. അതല്ല ഞങ്ങൾ പറയാൻ വന്നേ. യശ്വന്ത് സഹായിച്ചാണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ്. ആരാ? കേട്ടിട്ടില്ലേ? INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി. ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ? മിസ്റ്റർ നായർ, ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ. കത്തിക്കട്ടെ. കൊണ്ടുപോടാ അവിടുന്ന്. അപ്പൊ മിസ്റ്റർ നായർ, അഭിവന്ദ്യനായ സഹായിജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ തന്നെ കൊടുക്കണമെന്ന് KRP ഭയങ്കരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഹായിജി ഈ വീട്ടിൽ നിന്ന് ഉണ്ണു. അച്ഛാ, അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിജി. അല്ല പിന്നെ സഹായിച്ച് ഇവിടുന്ന് ഉണ്ണണേ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഞാനും ശ്രമിക്കാം. അപ്പം മറ്റേ KRP ഇനി ചൂട്ട് കത്തിക്കാവോ? എന്നിട്ട് പണ്ടാറടിക്കാൻ ചൂട്ട്. പ്രകാശ. എന്താ അച്ഛാ? അല്ല, നിന്റെ നേതാവ് വേറെന്തോ ഒരു പേരാണല്ലോ നിന്നെ വിളിച്ചത്. RSPയോ KSPയോ? അല്ലച്ചാ, KRP. പൊളിറ്റിക്കൽ സർക്കിളിൽ ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാ. കോട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ, അതാണ് KRP. അയ്യേ, പ്രകാശ് എന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ?
പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് 3 അക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയ. ഇപ്പോ MGR, NTR, PKB, EMS, AKG എല്ലാം 3 അക്ഷരല്ലേ? ഞാൻ KRP 3 അക്ഷരം. ഓ അതാണല്ലേ. പക്ഷെ മോൻ ഇത്ര വലിയ നേതാവൊക്കെ ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ. ഏതാനന്ദൻ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് അല്ലാണ്ടാരാ? ഓ അതാണോ? അച്ഛാ, അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചതാ. അച്ഛനറിയോ, ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി? അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിരിക്കുന്ന 2 പല്ലച്ഛൻ ശ്രദ്ധിച്ചോ? അത് വെപ്പാ അളിയന്റെ പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയന് വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. അച്ഛൻ വേറെ എന്ത് വേണേലും പറഞ്ഞോ. 6 മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് ചൊറിയും കുത്തിര ആളിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മൂപ്പരോട് പറ അളിയനെ രക്ഷിക്കാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഒത്തിരി പണം ചെലവാക്കി പഠിപ്പിച്ചിട്ടും 2 ആള് ഒരു ജോലിക്കും പോകുന്നില്ലോ എന്നാ എന്റെ വിഷമം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛന് മനസ്സിലായില്ലേ? മറ്റൊന്നും അച്ഛന് ഇപ്പൊ ആലോചിക്കണ്ട. സഹായിജിയുടെ ലഞ്ച് നമുക്ക് കലക്കണം. അച്ഛാ, അതോടെ KRP എന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും. അവിടെയാ? പിന്നെ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ? എനിക്കെന്താ, ഫേമസ് ആകും അത്രേ. അവരെ എങ്ങനെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എടീ, ഞാനൊരു കാര്യം തീർത്തു പറയാം. നമ്മുടെ മക്കൾക്ക് എന്നെക്കാളും നിന്നെക്കാളും ബുദ്ധിയുണ്ട്. നമ്മൾ മനസ്സിൽ കാണുമ്പോ അവർ മരത്തിൽ കാണും. നിനക്കറിയാവോ, ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ. അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ സീതാരാമയ്യ ഇങ്ങോട്ട് നോക്കിയേ, എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താ അറിയോ? ബഹുത്തച്ച നായർന്ന. അതിനിപ്പോ ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട. അവര് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി, ഞാൻ ഈ പോന്നു. പ്രഭാകരനോട് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞോ നിങ്ങള്? ആ, അത് ഞാൻ മറന്നു. ഇതാ നിങ്ങളുടെ കുഴപ്പം. സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കും. ലതികയുടെ കല്യാണത്തിന് മുമ്പ് അത് നടത്തിയില്ലെങ്കിൽ നാണക്കേടാ. തന്നെയല്ല, ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല. എനിക്ക് വയസ്സായി വരിക. സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ എങ്ങനെയാ? ഭാനു, ലതികയുടെയും പ്രഭാകരന്റെയും പ്രകാശിന്റെ എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും. ആ, നടത്തിയാ മതി. ഇതാ ബില്ല്. 360 രൂപയോ? അതെ, ഇപ്പൊ തരുന്നുണ്ടോ? നേരം പോയി സാറേ. നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ. ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? അമ്മയാണച്ചാ. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയേക്കച്ച. ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെയാ ഭാനു പത്രത്തിന് കൊടുക്കുന്നെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അത് അച്ഛാ, ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. പാർട്ടി ഓഫീസിലെ പരിപ്പോടെയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17. 3 മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം 8 ഇരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. അച്ഛ, ഇത് കണ്ടോ? ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇന്ന് സ്കൂൾ സമരം വല്ലതും ഉണ്ടോ പത്രത്തില്? ഇന്നൊന്നും കാണുന്നില്ല. പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഇന്ന് സമരമൊന്നും ഇല്ലല്ലേ? കഷ്ടമായിപ്പോയി. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്.
വരാനുള്ളത് വല്ല വിസനയും വഴി തെങ്ങുന്ന് കരുതി. പക്ഷെ നടന്നില്ല. കാലിനെന്ത് പറ്റിയാണെന്താ? കാലിനെ പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാ. ഷർട്ടൂരിയാൽ ദേഹാസകലം നീലിച്ച പാടുകളാ. ദോഷം പറയരുതല്ലോ. വളരെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത്. INSPയുടെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവുന്നും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല, എനിക്ക് നേരെ ഉണ്ടായി. എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ. ഏറ് തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ. അക്രമാസക്തമായി. എല്ലാ അക്രമവും എന്റെ നേരേക്കായിരുന്നു എന്ന് മാത്രം. ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. ഒരു തോട്ടി ചാടി. തോട്ടിലൂടെ 7 കിലോമീറ്റർ ഒഴുകിച്ചെന്ന് ഒരു കരക്കടിഞ്ഞു. സന്തോഷമായല്ലോ. താനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. 6 മാസത്തിനകം ഈ സർക്കാർ നിലംപതിക്കും. എനിക്കിനി മേലും കീഴ് നോക്കാനില്ല. പ്രമോഷൻ, CMന്റെ സെക്യൂരിറ്റി ചീഫ്, എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു. നേര് പറഞ്ഞാൽ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ്ഫർ ഓർഡർ. കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക്. പറയാൻ എനിക്ക് അർഹതയില്ല. എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലേ ഞാൻ പോട്ടെ. ആനന്ദ, നീ ഇരിക്കേ. ഇരിക്കാനൊന്നും നേരമില്ല. നാളെ ജോയിൻ ചെയ്യണം. ആനന്ദൻ മോനെ ലതയും കുഞ്ഞുങ്ങളും. അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. ആ ആനന്ദ, നീ പോവാണോ? ചായ എടുക്കണ്ടേ? വേണ്ട വേണ്ട. അയ്യോ, നിന്റെ കാലിലെന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല. ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുക. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യ അവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറയില്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പൂട എവിടെയോ? ഇന്ന് പരിപ്പൂട ഉണ്ടാക്കില്ല സാർ. പരിപ്പൂട ഉണ്ടാക്കിയില്ലേ? പരിപ്പൂടയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പൂട ഉണ്ടാക്കി കൊണ്ടുവരാ.